നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 26 ബുധനാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. തൊഴിൽ രംഗത്ത് മുന്നേറ്റവും കാര്യവിജയവും കൈവരിക്കാൻ സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങളും സ്ഥാനമാനങ്ങളും ലഭിക്കാൻ അനുകൂലമായ സാഹചര്യമുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിപുലീകരണത്തിന് പുതിയ വാതിലുകൾ തുറക്കപ്പെടും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും മനസ്സിൽ വിചാരിച്ച പല പ്രധാന കാര്യങ്ങളും ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും. ദൂരയാത്രകൾ വഴി നേട്ടങ്ങൾ കൈവരിക്കും. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ജോലിസ്ഥലത്ത് അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശാന്തത പുലർത്തുക. നിയമപരമായ കാര്യങ്ങളിലും ഔദ്യോഗിക ഇടപാടുകളിലും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ കൃത്യമായ ചിട്ടയും വിശ്രമവും ഉറപ്പാക്കുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനപരമായ അന്തരീക്ഷവും നിലനിൽക്കും. പുതിയ സൗഹൃദങ്ങളും പരിചയങ്ങളും ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. അപ്രതീക്ഷിത സാമ്പത്തിക ലാഭം കൈവരിക്കാൻ സാധിക്കുന്ന ശുഭദിനമാണിത്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കടബാധ്യതകൾ തീർക്കാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും വഴിയൊരുങ്ങും. ആരോഗ്യനില തൃപ്തികരമായിരിക്കുകയും മനസ്സിൽ വലിയ ഉത്സാഹം നിറയുകയും ചെയ്യും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അർഹമായ തൊഴിൽ ലഭിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സർഗാത്മക ചിന്തകളിലൂടെ പുതിയ പ്രോജക്റ്റുകൾ വിജയകരമായി ആസൂത്രണം ചെയ്യാൻ സാധിക്കും. സാമ്പത്തിക തീരുമാനങ്ങളിൽ കൃത്യമായ ആലോചന ആവശ്യമാണ്. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ മുൻകൂട്ടി ചെയ്യുന്നത് യാത്രകൾ സുഗമമാക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഗാർഹിക മേഖലയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നേക്കാം. ഔദ്യോഗിക കാര്യങ്ങളിൽ ക്ഷമയോടെയുള്ള സമീപനം സ്വീകരിക്കുക. ബന്ധുക്കളുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്നത് ആശ്വാസമേകും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഹ്രസ്വദൂര യാത്രകൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. ധനകാര്യ ഇടപാടുകൾ കൂടുതൽ ലാഭകരമായി മാറും. സ്വന്തമായി വീടോ വാഹനമോ സ്വന്തമാക്കാനുള്ള പരിശ്രമങ്ങൾ വിജയത്തിലെത്തും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സാമ്പത്തിക നില കൂടുതൽ മെച്ചപ്പെടുകയും പുതിയ വരുമാന മാർഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ ഏറ്റവും അനുകൂല ദിനമാണിത്. കുടുംബത്തിൽ മംഗളകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ദീർഘകാലമായി മനസ്സിൽ കരുതിയ പ്രധാന തീരുമാനങ്ങൾ ധൈര്യമായി നടപ്പിലാക്കാൻ പറ്റിയ ദിനമാണിത്. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുകയും പുതിയ സുഹൃത്തുക്കൾ വഴി വരുമാന സ്രോതസ്സുകൾ ഉണ്ടാവുകയും ചെയ്യും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അനാവശ്യ യാത്രകളും അമിത അധ്വാനവും ഒഴിവാക്കി ശരീരത്തിന് മതിയായ വിശ്രമം നൽകുക. ചെലവുകൾ നിയന്ത്രിച്ച് സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കുക. അലർജി, ശ്വാസകോശ ബുദ്ധിമുട്ടുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ മുൻകരുതലെടുക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സുഹൃത്തുക്കൾ വഴി വലിയ നേട്ടങ്ങളും സഹായങ്ങളും വന്നുചേരും. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അനുയോജ്യമായ ദിനമാണിത്. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.